ഗ്യാസ് ഇനിയിപ്പോൾ എന്താണാവോ വരിക. എത്ര പറഞ്ഞാലായിട്ട് കേൾക്കൂല. ഇരുമ്പും പ്ലാസ്റ്റിക്കും എത്ര ആളോടെ ഈ പറയണത്? ഒക്കെ സെപ്പറേറ്റ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞാണ്. ഇതിനൊന്നും ഒരു വിലയില്ലേ? ആ മാഷേ കേറി വരേ, ഒന്നും കൂടെ ഉഷാറായി നടക്കി. വനജേ വനജേ ആ മാഷ് വന്നേ. ആരപ്പത്? മാഷോ? വരൂ മാഷേ, വരൂ വരൂ. നിക്കടോ. ഉള്ളിലേക്ക് മാഷേ, വരൂ. വേണ്ട, ഇവിടെ ഇരിക്ക. ഇതാരാ മനസ്സിലായില്ല? ഇതൊക്കെ വേണ്ടപ്പെട്ട ചങ്ങയ്യ. ഞാൻ ബഷീർ. പഴയ ഇരുമ്പിന്റെ ഒക്കെ കച്ചവടാ. സ്ക്രാപ്പ് ഇലക്ഷനൊക്കെ അല്ലേ, ദിവസക്കൂലിക്ക് കയറിയതാ. അപ്പുറത്ത് പോയിരുന്നു. അവിടെ ഒഡീസനൊക്കെ ഉണ്ട്. മാരാർക്കും നായർക്കൊക്കെ സീറ്റുള്ളൂ, ഞമ്മക്കില്ല. മോളെ കുറച്ച് വെള്ളം എടുത്താ കുടിക്കാൻ. ആ ഞാൻ ചോദിക്കായിരിക്കായിരുന്നു. ഇതാ മാഷേ. പ്രഷറിന്റെ ഇപ്പത്തിരി കൂടുതലാണ്. എന്താ മാഷെ വിശേഷിച്ച്? കൊറേ കണ്ടിട്ട്, കൊറേ കാലായി. വന്ന കാര്യം പറയാം. മോളുടെ കന്നിവോട്ടല്ലേ? നല്ല തുടക്ക. ഞാൻ നാടിന്റെ നന്മയ്ക്ക, വികസന മുരടിപ്പ് വേരോടെ പിഴുതെറിയാൻ മോളുടെ വോട്ട് മാഷിന് തരണം. മാഷ് പണ്ട് എഴുത്തിരുത്തിയ കുട്ടിയല്ലേ? മാഷെന്നെ നേരിട്ട് പറഞ്ഞോളൂ, അവളിപ്പോ വരും. ആ വനജേർത്തിയേ, ഈ റാന്തലിന്റെ കാലൊക്കെ കഴിഞ്ഞില്ലേ? കറണ്ട് വേണ്ടേ? വെളിച്ചം വെക്കണം. അതിന് ഇപ്രാവശ്യത്തെ വോട്ട് മാഷക്കന്നെ. ആ അത് സ്കൂളിലൊരു മേളയ്ക്ക് കൊണ്ടുപോടുത്തതാ അവള്. അവളുടെ ചെറുപ്പത്തിലൊരു ഓർമ്മയല്ലേ? അതാ വരുന്നു മോള്. വേമാ. ആ മാഷേ, സുഖല്ലേ? എന്താപ്പ വിശേഷിച്ച്? മോൾക്കല്ലേ വിശേഷം? മോളുടെ നാവില് ആദ്യാക്ഷരം കുറിച്ചതാരാ? ഈ മാഷല്ലേ? അപ്പൊ ഈ മാഷക്കല്ലേ മോൾ ആദ്യത്തെ വോട്ട് ചെയ്യേണ്ടത്? ഇപ്പുണ്ടായ 10 കൊല്ലത്തെ മുരടിപ്പ് മാറാൻ നിങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരല്ലേ മുൻകൈ എടുക്കേണ്ടത്? അപ്പൊ മാഷ് മോളുടെ വോട്ട് ഉറപ്പിച്ചു. സമ്മതല്ലേ? മാഷേ, കൊറോണ വല്ലാണ്ട് ബാധിച്ച സമയത്ത് ഇവിടെ അച്ഛനും പോസിറ്റീവായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചു. ഒന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അച്ഛന് വല്ലാണ്ട് സീരിയസ് ആയിരുന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും പേടി. അന്ന് PPE കിറ്റ് ഇട്ടിട്ട് അച്ഛന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇവിടുത്തെ DYFI ചേട്ടന്മാരായിരുന്നു. മാങ്ങോട് മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച വെന്റിലേറ്ററിലായിരുന്നു അച്ഛൻ. അന്ന് കൂടെ ഉണ്ടായിരുന്നതും അവരായിരുന്നു. ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അച്ഛൻ പോയി. ചിത കത്തിച്ചതും അവരായിരുന്നു. എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഓരോരുത്തരും ഞാൻ ഇപ്പൊ കാണുന്നത്. മാഷിപ്പി വന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയും പിന്നെ ഈ വീടും, എന്തിനെന്റെ ലാപ്ടോപ്പ് വരെ സർക്കാർ എന്നതാ. സർക്കാർ എന്ന് പറയുമ്പോ മനസ്സിലിടതേ വരും. ബഷീറേ, വാ. ഇതേ ഞങ്ങൾ തരുന്നതാണ്. കലണ്ടറാണ്. ഓർമ്മ വേണം.